ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചുമ്മാ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ വന്ന് നല്ല മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ ഓടിപ്പോയി ഫോൺ എടുത്തുകൊണ്ട് വന്ന് ഫിലിം ചെയ്ത റെസിപ്പിയാണേ. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി കണ്ടാലോ. ആദ്യം മാങ്ങ തൊലി കളഞ്ഞെടുത്ത് അതൊരു ചട്ടിയിലേക്ക് മാറ്റി കുറച്ച് വെള്ളവും ഉപ്പും, ഇപ്പോൾ കല്ലുപ്പാട്ടോ ഞാനിടണത്, പിന്നെ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടി, നമുക്ക് ആ ഒരു മധുരവും പുളിക്കും ഒന്ന് ബാലൻസ് ചെയ്യാനാട്ടോ. പിന്നെ നമ്മുടെ മുളകും കീറിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കും കേട്ടോ. തിളപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിവിടെ അതിലേക്ക് ഒഴിക്കാനുള്ള മിക്സ് തയ്യാറാക്കുകയാണ്. അപ്പോൾ കുറച്ച് തേങ്ങയും കുറച്ച് വെള്ളവും നമ്മുടെ ജീരകവും പിന്നെ നമ്മുടെ മുളക് 2 കീറിയിട്ടതും കരിവേപ്പിലയും കൂടി ഇട്ട് അതും റെഡിയാക്കി മാറ്റി വെച്ചു. പിന്നെ അതാകുമ്പോഴത്തേക്കും നമുക്ക് സൈഡ് ഡിഷായ ഉണക്കമീനൊന്ന് വേഗം സെറ്റാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതിലേക്ക് ആ ഒരു മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് മധുരത്തിന് വേണ്ടി ശർക്കര യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഷുഗറും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്ത്, ഞാനിത് ഒരുമിച്ചല്ലാട്ടോ ഇടണം, സമയം വിട്ട് ഇടണം കേട്ടോ. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ആ ക്ലിപ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതൊന്ന് ആയി വരും. ഇനി അതൊന്ന് താളിക്കാൻ വേണ്ടി കുറച്ച് പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവയും കടുകും ഇട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മുടെ ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് അതെല്ലാം കൂടി കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ കറി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾ മൂടി വെച്ചോളൂ. കഴിക്കാറാകുമ്പോൾ മൂടി തുറന്ന് കഴിക്കുക. ഇനി നമുക്ക് ഉണക്കമീനിലേക്ക് മസാലയൊക്കെ തേച്ച് കൊടുത്തിട്ട് അതൊന്ന് പൊരിക്കാൻ വയ്ക്കാം കേട്ടോ. എനിക്ക് ഉമ്മ ഉണ്ടാക്കണതിൽ ഏറ്റവും ഇഷ്ടമുള്ള കറി കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണക്കമീനൊക്കെയും റെഡിയായി. മാങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു, നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചൊന്ന് നന്നായിട്ട് കഴിച്ചു. നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം.